മറ്റേ AI വളരെ ബേസിക് AI ആണ്. അപ്പോൾ അതിനേക്കാളും അഡ്വാൻസ്ഡ് AI ChatGPT ആയിരിക്കും. ChatGPTക്ക് തന്നെ $20 ഒരു പേയ്മെന്റ് പ്ലാൻ ഉണ്ട്, $200 പ്ലാൻ ഉണ്ട്. ഇതൊക്കെ തമ്മിലുള്ള മാറ്റം ലെവൽ ഓഫ് ഇന്റലിജൻസാണ്. ക്വാളിറ്റി, ഉത്തരത്തിന്റെ ക്വാളിറ്റി മാറും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലും ഒരേ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ മാറും, ഓരോ AI ടൂളിനും മാറും. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ക്വാളിറ്റി ഓഫ് ഇന്റലിജൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എങ്ങനെ നല്ലൊരു ബിസിനസ് തുടങ്ങാം എന്നുള്ളത് നമ്മളൊരു സാധാരണക്കാരനോട് ചോദിച്ചാൽ അയാളുടെ ഒരു ഉത്തരം ഉണ്ടാവും. അത് തന്നെ ഒരു നമ്മുടെ ലുലുവിൻ്റെ യൂസുഫ് അലിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ഉത്തരം ഉണ്ടാവും. ഒരു ബിസിനസ്സുകാരൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരൻ പറയും ഫണ്ട് ഇല്ലാത്തതാണ് വലിയ പ്രശ്നം എന്ന് പറയും. കാരണം അയാൾക്കത് തുടങ്ങാൻ പറ്റാത്ത ചിലപ്പോൾ ആ പ്രശ്നം കൊണ്ടായിരിക്കും. പക്ഷേ യൂസുഫ് അലിയെ പോലത്തെ ഒരാൾ പറയും എന്താ വെച്ചാൽ ഫണ്ട് ആവില്ല പ്രശ്നം, കാരണം പുള്ളി വിചാരിച്ചു കഴിഞ്ഞാൽ റിസോഴ്സ് എത്തിക്കൽ വലിയ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ഒരേ ചോദ്യങ്ങൾ പോലും നമ്മൾ ചോദിക്കുന്ന വ്യക്തി ആരോട് ചോദിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ഉത്തരത്തിൽ വലിയ മാറ്റം വരും. അയാളുടെ നമ്മൾ ചോദ്യം ചോദിക്കപ്പെടുന്ന ആളുടെ ലെവൽ ഓഫ് ഇന്റലിജൻസ് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൽ വലിയ മാറ്റം വരും. ഇതേപോലെയാണ് ChatGPTയുടെ $200 പ്ലാനിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഒരു ഹയർ ഇന്റലിജന്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു റിയൽ ടൈം കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആണ് മെറ്റ AI. ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടീൻ്റെ ബുദ്ധിയുള്ളൂ. അതിൻ്റെ കൂടെ ഒരു +2 കഴിഞ്ഞ കുട്ടിയുടെ ബുദ്ധി ഉണ്ടാവും ChatGPTയുടെ ഫ്രീ വെർഷൻ. ChatGPTയുടെ $20 പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ ആളുടെ ബുദ്ധി ഉണ്ടാവും. അപ്പോൾ PG കഴിഞ്ഞ ആളുടെ ബുദ്ധി നമുക്ക് $200 പ്രതീക്ഷിക്കാം. അതായത് നമ്മൾ ഓരോ ജോലിയുടെയും വരുമാന സാധ്യത നിയന്ത്രിക്കുന്നത് ആ ജോലിക്ക് എത്ര ലെവൽ ഓഫ് ഇന്റലിജൻസ് വേണം എന്നുള്ളതിനനുസരിച്ചാണ്. ഇപ്പോൾ ഡോക്ടർ വേണം, വെറും ഡോക്ടർ അല്ലേ, MD ഉള്ള ഡോക്ടർ വേണം. അപ്പോൾ അത് അത്രയും ഇന്റലിജന്റ് ആവണം എന്നുള്ളതല്ലേ. ഇതേ വ്യത്യാസം AI ടൂളുകൾക്കിടയിലുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, വലിയൊരു ശതമാനം ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, എല്ലാം ഉണ്ട്. വലിയൊരു ശതമാനം ഇതിനെ വെറും എന്റർടൈൻമെന്റിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. അവര് പുറം ലോകവുമായിട്ട് ഒരു ബന്ധമില്ലാതെ, റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഡിസ്കണക്റ്റഡ് ആയിട്ട്, ഒരു പക്ഷേ അവർക്ക് ലൈഫിൽ ഒരു ഗോളും ഉണ്ടാവില്ല, ഒരു അന്തം ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ എന്താ ചെയ്യാന്നറിയാതെ അവരങ്ങനെ നടക്കും. ബേസിക്കലി അവർ ആ ഡിപ്രസ്ഡ് എന്താണോ, അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ടും അവരുടെ കണ്ടീഷനിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും. പക്ഷെ സ്റ്റിൽ അടുത്ത ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ അവരത് മറക്കുകയാണ്. പിന്നെ അവരത് അങ്ങനെ സ്ക്രോൾ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകില്ലേ. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്കാരുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഇൻസ്റ്റഗ്രാം അടിപൊളി പ്ലാറ്റ്ഫോം, എൻ്റെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാം, എനിക്കിത് വെച്ചിട്ട് കാശ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിൽ എനിക്ക് കരിയർ ഉണ്ട് എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യുന്നവരും ഇല്ലേ. അപ്പം എല്ലാ ടെക്നോളജി അങ്ങനെ തന്നെയാണ്. അത് ഒരു കൂട്ടരെ നമ്മളത് ഡംബറാക്കുന്നുണ്ടാവും, പക്ഷെ ഒരു കൂട്ടരെ ഇതിനൊക്കെ ലെവറേജ് ചെയ്തിട്ട് ഹയർ ഗോളുകളിലേക്ക് പോകുന്നവരുണ്ടാവും. അപ്പോൾ AI ഡെഫിനറ്റ്ലി ഒരു ശതമാനം ആൾക്കാർ അവർ നോർമലി ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന പണി കൂടി AIക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള സമയം വെറുതെ ഇരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഡംബർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇത്തരം ടൂളുകളൊക്കെ ലെവറേജ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെയും ഹയർ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഓക്കെ, ഈ പ്രോബ്ലമൊക്കെ AIക്ക് കൊടുത്തു, സോ ദാറ്റ് എനിക്ക് കുറച്ചും കൂടെ ഹയർ ഓർഡർ പ്രോബ്ലംസ് എടുക്കാം. ഇപ്പോൾ AIക്ക് ഒരു ലിമിറ്റഡ് ലെവൽ ഓഫ് ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ ആ ഇന്റലിജൻസും കൂടെ കൂട്ടിയിട്ട് എനിക്ക് കുറച്ചും കൂടെ ഹയർ ഇന്റലിജന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, അതൊരു ലെവറേജ് ആണ്. അത് എനിക്കൊരു സൂപ്പർ പവർ കിട്ടിയ പോലെയാണ്.